കുട്ടി? എന്നാ അഞ്ചു ഇവിടെ കുറെ നേരമായല്ലോ. ആ കുട്ടി ഇവിടെ ടി വി കാണാൻ വന്നതല്ലേ? അതിന്റെ വീട്ടിൽ ടി വി ഇല്ലാത്തോണ്ടല്ലേ ഇവിടെ വരണേ? നിനക്ക് എന്താ അത്രയ്ക്ക് ബോധമില്ല? അങ്ങനെ ആരോടും കാണിക്കാൻ പാടില്ല കേട്ടോ മോളെ. അവരുടെ വീട്ടിൽ ടി വി ഇല്ലാത്തോണ്ടാണ് ഇവിടെ വന്ന് കാണുന്നത്. അതിനെന്താ മോള് വിടുന്ന് കണ്ടു കേട്ടോ. അവള് പറഞ്ഞൊന്നും കാര്യമാക്കണ്ട കേട്ടോ കുട്ടി. ഇന്ന് ആ ടി വി ഇട്ട് കൊടുത്തേ. എന്റെ കുഞ്ഞ് അവള് വീട്ടിൽ ടി വി ഇല്ലെന്ന് ഇപ്പൊ തന്നെയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്? ഇട്ടു കൊടുക്കടി. ഇനി ടി വിയിൽ വല്ലതും കളിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചിന് തല്ല് മേടിക്കുകയും ചെയ്യുന്നു. വോട്ട് ലിസ്റ്റുമായിട്ട് രാവിലെ ചേട്ടന്മാരാക്കിയിട്ടുണ്ട്. ആർക്ക് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം? കടലിലെ ചായ കലക്കി കണക്കുണ്ടാവും. എല്ലാം ഒരേ മാതിരിയാ. ഈ പാവപ്പെട്ട ജനങ്ങൾ മൊത്തം ഈ വോട്ടിട്ട് മെമ്പർമാരെ ജയിപ്പിക്കും. അവര് ജയിച്ച് മന്ത്രിമാര് എല്ലാവരും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്കുണ്ടല്ലോ ഒരു പുല്ല് പോലും കിളിക്കില്ല. ആ പാവങ്ങൾക്ക് ഒരാപത്ത് വന്നാലും ഈ മെമ്പറും കാണൂല, മന്ത്രിയും കാണില്ല, പ്രധാനമന്ത്രിയും കാണില്ല. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലോകം. എന്തായാലും കോട്ടല്ലേ കോട്ട ആർക്കും എന്നാണ് ഇപ്പൊ എന്റെ ആലോചന. അതിന് നിനക്കിപ്പോ എന്താ? മോൾ ഇവിടെ വന്നിരുന്നേ. നീ എന്തിനാ ആ പാവം കുട്ടീനെ ടി വി കാണാൻ സമ്മതിക്കാത്തെ? അവളെ വീട്ടിൽ ആ സാധനം ഒന്നും ഇല്ലാത്തോണ്ടല്ലേ നമ്മളെ ആശ്രയിച്ച് ഇവിടെ വരണേ? ഇപ്പൊ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ഓളെ വീട്ടിലല്ലേ നമ്മൾ പോവും, ഇല്ലേ? അപ്പൊ ഇനി ഏതാണ് അങ്ങനെ ചെയ്യരുത്, മനസ്സിലായോ? ആദ്യം ഇല്ലായ്മയെന്ന് പഠിക്കാം. നമുക്ക് ഒരാള് ആ വീട്ടിൽ അവളെ അച്ഛനും അമ്മയും ഒരു കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പൊ ആ അവർക്ക് ടി വി വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി അതില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആ കുട്ടി വരുമ്പോൾ ഇനി അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ അവളെ അവസ്ഥയിൽ നമ്മളായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നീ കരഞ്ഞിട്ട് പോരില്ലേ? അതേമാതിരി ആ ചെറിയ കുട്ടി നിന്നെങ്ങാട്ട് ചെറിയ കുട്ടി അവളെ. അപ്പൊ അവളെ മനസ്സിൽ നോക്കാൻ പാടില്ല. അവരുടെ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ്. നിന്റെ കയ്യിൽ എന്തുണ്ടെങ്കിലും അവൾക്ക് കൊടുക്കാം. അങ്ങനെ പഠിക്കാം. പിന്നെ അങ്ങനെ ചെയ്യില്ല എന്ന് മമ്മിയോട് പ്രോമിസ് ചെയ്യും. ഓക്കെ, നല്ല കുട്ടി. ദിവസമേ ഞാൻ നിനക്ക് വെള്ളം തരുന്നില്ല. പിന്നെ നീ എന്തുദ്ദേശം ഇങ്ങനെ വാടിക്കരിയണേ? കുറച്ച് ഭാഗം മാത്രം നന്നായി, കുറച്ച് ഭാഗം നന്നായി. കണ്ടോ, ഇവളെ കണ്ടുപിടി. അവളെന്താ പൂത്ത് നിൽക്കണ കേട്ടോ? അതാണ് അവൾക്ക് വെള്ളം വേണ്ട, ഒന്നും വേണ്ട. എന്നും വേണം കേട്ടോ. പിന്നെ ഈ മാത്രം ചെയ്താൽ പോരാ, പഠിക്കണം.